السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ജീവിതത്തിൽ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെട്ട് വളരെ വിഷമിച്ച് ജീവിക്കുന്നവരാണ് നമ്മിൽ പലരും. ഓരോ ദിവസവും വേദനകൾ സഹിച്ച് വളരെ വിഷമത്തിൽ ജീവിതം തള്ളി നീക്കുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഈ പ്രയാസങ്ങളിൽ നിന്ന് ഒരു സമാധാനം കിട്ടാൻ, ഒരു സന്തോഷം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഈ സൂറത്ത് ഓതിക്കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് ഒരു സമാധാനം ലഭിക്കും. പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഖൽബ് ശുദ്ധിയാകാനുള്ള, ഖൽബിനെ ശുദ്ധീകരിക്കുന്ന മഹത്തായ ഒരു മാർഗമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. നരകമോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഒരു നാൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടാനും പരലോക ജീവിതം നന്നാവാനും അത് സഹായിക്കുന്നു. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഏറ്റവും പുണ്യമുള്ളത്. അതിൽ ഒരുപാട് ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നന്നായി മനസ്സറിഞ്ഞ് തെറ്റുവരാതെ വളരെ സൂക്ഷ്മതയോടെ മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുക. എന്നാൽ ഒരു നാൾ നമ്മൾ മരിച്ച് 6 അടി മണ്ണിന് താഴെ കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഖുർആൻ പാരായണങ്ങളും തഹ്ലീലുകളും അതുപോലെ തന്നെ ദുആ മജ്ലിസുകളും എല്ലാം നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതിന് നമ്മൾ ചെയ്യുന്ന ഇഖ്ലാസ് ഉണ്ടാകണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന തഖ്വ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം നമുക്ക് ഇത് മനസ്സിലാക്കാം. മഹദിയായ നഫീസ ബീവിയുടെ ജീവിതമെല്ലാം ഇതിന് നമുക്ക് പാഠമാണ്. സൂറത്തുൽ മുൽക്കിനും സൂറത്തുൽ യാസീനിനും എല്ലാം മഹത്വങ്ങൾ ഉള്ള പോലെ തന്നെ അൽഹാഖുമുത്തകാസുർ എന്ന സൂറത്തിനും മഹത്വങ്ങളുണ്ട്. ഈ സൂറത്ത് രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു തവണ ഓതിക്കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഇഖ്ലാസോടുകൂടി, വുളൂഓടുകൂടി ഓതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.